നമ്മളിപ്പോൾ എടുക്കും കടമ്പനാട് ചന്ത കുറച്ച് മീൻ വാങ്ങണം അല്ലേ? ഇനി ഓക്കെ ഇടാം. ഹായ് എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ഷൈജു കടമ്പനാട്. ഞങ്ങളിപ്പോൾ ഉള്ളത് കടമ്പനാടാണ് കേട്ടോ. കടമ്പനാട് ചന്ത വരെ വന്നതാണ്. കുറച്ച് മീനൊക്കെ വാങ്ങണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചന്ത വന്നതാണ്. അധികം തിരക്കൊന്നുമില്ല. ഇപ്പോൾ സമയം 9:30 ആയി കാണും കേട്ടോ. അതുകൊണ്ടായിരിക്കാം. രാവിലെയാണ് ഇവിടുത്തെ കച്ചവടം കൂടുതൽ, വെളുപ്പിനെയാണ്. ഇനി വണ്ടി അങ്ങോട്ട് ഒതുക്കി മാറ്റി വയ്ക്കാം. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് മനുവിൻ്റെ കട കേട്ടോ. അവിടെ എനിക്ക് പോയിട്ട് കുറച്ച് കപ്പ മേടിക്കണം. അതുപോലെ തന്നെ അവിടെ തൈര് കിട്ടുമല്ലോ, സൂപ്പർ തൈരാണ്, വീട്ടിലുണ്ടാക്കുന്നതാണ് തൈര്. പിന്നെ ഉണ്ടമുളക് കിട്ടും, അടിപൊളിയാണ്, സൂപ്പർ, അത് വാങ്ങണം. ഇതാണ് മനുവിൻ്റെ ഫാദറാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള ഒരാളാണ്. ഞാൻ ചെറുപ്പം മുതലൊക്കെ മനുവിൻ്റെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കടമ്പനാട് ചന്തയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ കടയിൽ കയറാതെ പോരത്തില്ല. അടിപൊളി, നല്ല സഹകരണമുള്ള എല്ലാവരും. അങ്ങനെ അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ കടയിൽ നിന്ന് അടിപൊളി പപ്പടമൊക്കെ വാങ്ങി. ഇനി നമുക്ക് മീൻ വാങ്ങാം. ബാ, അടിപൊളി മത്തി ഇരിക്കുന്നു കേട്ടോ, സൂപ്പർ മത്തി. കണ്ട, ഇതെനിക്ക് നല്ല സപ്പോർട്ട് തരുന്നൊരു ചേട്ടൻ്റെ കട കേട്ടോ. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടും കൂടാണ്. അപ്പം അടിപൊളി മീനൊക്കെ ഇരിപ്പുണ്ട്. അവിടുന്ന് ഞാൻ പിന്നെ മത്തി വാങ്ങി. ഇനി അബ്രാമിനും ശോഭനും കൂടെ പാപ്പം മേടിക്കാം. അപ്പം ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു കടയുണ്ട് കേട്ടോ, ബേക്കറി. അപ്പം അവിടുത്തെ മുതലാളിയുടെ മോനൊക്കെ എൻ്റെ അടുത്ത സുഹൃത്താണ്. നല്ല സഹകരണമുള്ളൊരു ബേക്കറി കേട്ടോ. ഞങ്ങൾ പണ്ട് തൊട്ടേ ഈ കടയിൽ നിന്നാണ് വാങ്ങാറ്. അങ്ങനെ കുറച്ച് പലഹാരങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്, ഒരു ഷോർട്ട് കട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൻ്റെ എതിർവശമാണ്. അപ്പം ഫർണിക്കാവ് റോഡ് എന്ന് പറയുന്നത്. അങ്ങനെ അതുവഴി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ ഞങ്ങൾ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ഈ വഴിക്ക് കൊണ്ട് നടന്നു വരുമായിരുന്നു പണ്ട്. അടിപൊളിയായിരുന്നു. കൂട്ടുകാരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ നടന്ന്. ഇവിടെ നല്ലൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പണ്ട് ആനയെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പറായിരുന്നു. അങ്ങനെ വീടെത്തി. ഇനി സാധനങ്ങളെല്ലാം സ്റ്റെവിയുടെ കൈ കൊണ്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ സാധനങ്ങളും സ്റ്റെവിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. മീനെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി കേട്ടോ, കുറച്ച് കഴിഞ്ഞേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ചീനിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ചീനിയും സൂപ്പർ മത്തിക്കറിയും കേട്ടോ. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.